وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകണമേ എന്ന്, തഖ്വയോടെ ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ വ്രതത്തിനും അനുബന്ധമായ ആരാധനാ കർമ്മങ്ങൾക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്ർ നാം ആഘോഷിക്കുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച അദ്ദേഹത്തിന്റെ സുന്നത്ത് സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് മുസല്ലയിലാണ്, പള്ളിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു പുണ്യകർമ്മത്തിന് ഏർപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും പള്ളിയിൽ വരാൻ മതപരമായി തടസ്സമുള്ള ആളുകൾക്ക് പോലും പെരുന്നാളിന്റെ മുസല്ലയിൽ പങ്കെടുക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകണമെന്നും അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മതിയെന്നുമുള്ള നിർദ്ദേശമാണ് മുസല്ല ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിസ്വായിമി ഫർഹതാനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് രണ്ട് സന്തോഷമാണുള്ളത്. ഒന്നാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഈദുൽ ഫിത്റിന്റെ സന്തോഷമാണ്. നോമ്പ് പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട സന്തോഷം വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഈ രണ്ട് സന്തോഷവും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഈദുൽ ഫിത്റിനെ ആർക്കാണ് സന്തോഷിക്കാൻ കഴിയുക? റമദാനിനോട് നീതി പുലർത്തിയ ആളുകൾക്ക് മാത്രമേ ഈദുൽ ഫിത്റിന്റെ സന്തോഷം ഉൾക്കൊള്ളാൻ കഴിയൂ. അള്ളാഹു പറഞ്ഞപടി ഖുർആനും ഹദീസും പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകൾ ധാരാളമായി പ്രയോഗവൽക്കരിക്കാനും നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞ് തൗബ ചെയ്ത് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചവർക്ക് മാത്രമാണ് റമദാനിന്റെ സന്തോഷമുള്ളത്. അവർക്ക് മാത്രമാണ് ഈ പെരുന്നാളിന്റെ സന്തോഷവും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ആ സന്തോഷമെന്ന് പറയുന്നത് കേവലം ഒരു മാസത്തെ സന്തോഷമല്ല, കേവലം ഒരു ദിവസം കൊണ്ട് പൊലിഞ്ഞ് അലിഞ്ഞു പോകുന്ന സന്തോഷമല്ല. ആ സന്തോഷം ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട സന്തോഷമാണ്. ആ സന്തോഷമാണ് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ പരലോകത്തെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പലതുമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് സന്തോഷപൂർവ്വം നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടണമെന്നുമാണ്. നമ്മളെയും പടച്ചതമ്പുരാൻ അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയും എന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടിയത് റമദാനിനാണ്. റമദാൻ അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ നിന്ന് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 30 ദിവസത്തെ നോമ്പ് എന്നുള്ള ഏറ്റവും വലിയ കഠിന പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് നമ്മൾ ധാരാളമായി വന്നു.
രാത്രി നിസ്കാരം, സ്വലാത്തുൽ ലൈൽ, സ്വലാത്തു തറാവിയഹ് നമ്മൾ നിർവഹിച്ചു. നമ്മുടെ സമ്പത്ത് ധാരാളമായി നമ്മൾ പാവപ്പെട്ടവർക്കും അവശർക്കും വിതരണം ചെയ്തു. നാം നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും ഒരുപാട് മാന്യത കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്വഭാവം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. ഇങ്ങനെ ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പെരുന്നാളിന്റെ ഈ സന്തോഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഈ നന്മകളൊന്നും ഒലിച്ചു പോകരുത് എന്നാണ് ഏറ്റവും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും ദുആയും ദാനധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അവന്റെ സ്വർഗം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ ഈ നന്മ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ റമദാനിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് റമദാനിന്റെ എല്ലാ നന്മയും നേടിയെടുക്കുന്നവർ പലപ്പോഴും റമദാൻ കഴിയുന്ന അന്നു മുതൽ തിന്മകളിലേക്കുള്ള തിരിച്ചുപോക്കിന് അഹങ്കാരം കാണിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാ നന്മകളും ഇല്ലാതെയാക്കുന്ന സാഹചര്യങ്ങൾ, പെരുന്നാളോടുകൂടി റമദാൻ മുഴുവനും വെള്ളത്തിലാക്കുന്ന പരിപാടി ഒരു കാരണവശാലും നമ്മളിൽ ഉണ്ടാകരുത്. ആളുകൾ ചിന്തിക്കുന്നത് ഒരു മാസം തന്നെ എങ്ങനെ കഷ്ടപ്പെട്ട് കുറെ കൺട്രോൾ ചെയ്ത് എങ്ങനെയൊക്കെ പിടിച്ചു നിന്നതാണ്, ഇനിയും ഇങ്ങനെ തന്നെ കാലാകാലം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എന്ന നിലക്കാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ഒരു മാസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ, അതിൽ സംശയമില്ലല്ലോ. ഈ നമ്മളെന്നാണല്ലോ റമദാനില് നോമ്പ് എടുത്തത്, നമ്മളെന്നാണല്ലോ നിസ്കരിച്ചത്, നമ്മളെന്നാണല്ലോ നന്മകൾ ചെയ്തത്. ഇത് ഇനി നമ്മൾ ഒരു കൊല്ലം ചെയ്യണം, ഒരു മാസം ചെയ്യണം, ഒരാഴ്ച ചെയ്യണം, ചിലപ്പോ ഒരു ദിവസം പോലും ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ജീവിതത്തിന്റെ തീയതി, അവസാന തീയതി തീരുമാനിച്ചത് റബ്ബാണെങ്കിൽ ഇതാ ഈ പെരുന്നാളിന്റെ മുസല്ലയിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടേണ്ടതെന്ന് തീരുമാനിച്ചാൽ ഏതാനും മണിക്കൂറുകളെ നമ്മൾ ആ നന്മ നിലനിർത്തേണ്ടതുള്ളൂ. അതല്ല 2 ദിവസം നമുക്കിനി ആയുസ് ബാക്കിയുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. സഹോദരങ്ങളെ, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, വളരെ അകലെ എന്നോ വിദൂരമായി സംഭവിക്കാനുള്ളതാണ് മരണം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. വനറാഹു ഖരീബാ, വളരെ അടുത്താണ് എന്നാണ് നാം അതിനെ കാണുന്നത് എന്ന് റബ്ബ് പറയുന്നുണ്ടെങ്കിൽ ഏതു നിമിഷവും മരണത്തിന്റെ ഒരു നൂൽപാലത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മരണമുഖങ്ങളിൽ നിന്ന്, മരണത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളൊക്കെ എത്ര തവണ ജീവിതത്തിൽ ലൈഫ് തിരിച്ചു കിട്ടിയവരാണ്. ഏതു സമയവും മരണം സംഭവിക്കും. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആ മരണം എന്നാണോ വരുന്നത് അതുവരെ നമ്മൾ നന്നായി ജീവിക്കുക. ഒരു മണിക്കൂറുകൾ, ദിവസം, ഏതാനും ദിവസങ്ങൾ, ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോമ്പിലൂടെ നമുക്കുണ്ടായ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് നമ്മളുടെ സ്രഷ്ടാവും പരിപാലകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി നല്ല ഒരു ബന്ധം നമുക്കുണ്ടായി എന്നുള്ളതാണ്. റബ്ബിനോട് നമ്മൾ വളരെ അടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അത്താണിയെ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. ആ റബ്ബിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകരുത്. നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ് എന്ന് ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകണം എന്നാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകൾ ശിരസ വഹിച്ച് അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കൽപ്പന അനി അബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ഒരു കാരണവശാലും ശിർക്ക് വരാൻ പാടില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ എടുത്ത നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ദാനധർമ്മങ്ങളും നമ്മൾ എടുത്തിട്ടുള്ള ജീവിതത്തിലെ ഒരുപാട് റിസ്കുകളും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ വിശ്വാസം നന്നാവണം, റബ്ബുമായുള്ള ബന്ധം നന്നാവണം. പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും ബലികർമ്മങ്ങളും സത്യം ചെയ്യലും അത് അല്ലാഹുവല്ലാത്ത ഒരാളിലേക്കും സമർപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഈ നന്മകളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ആദർശം നന്നാവണം, നമ്മുടെ തൗഹീദ് ഉറക്കണം, നമ്മൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വരണം. റബ്ബല്ലാത്ത ഒരു ശക്തിയെയും ഒരു വ്യക്തിയെയും ഒരു കേന്ദ്രത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യം മരിച്ചവരാണെങ്കിലും ജീവിച്ചവരാണെങ്കിലും അവരോട് നമ്മുടെ ആവലാദികൾ ബോധിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു ജിന്നിനെയും നമ്മൾ വിളിക്കണ്ട, ഒരു പിശാചിനെയും
പിശാചിനെയും നമ്മൾ വിളിക്കണ്ട, ഒരു മൂർത്തിയെയും നമ്മൾ വിളിക്കണ്ട, ഒരു വലിയനെയും നമുക്ക് വേണ്ട, ഒരു തങ്ങളെയും ഒരു ബീവിയെയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സമീപിക്കണ്ട. മറിച്ച് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അതിൽ ഞാൻ ഒരിക്കലും ശിർക്ക് വരുത്തുകയില്ല എന്ന് പ്രവാചകന്മാർ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് പെരുന്നാളിന്റെ സന്തോഷത്തിൽ ഏറ്റവും ഉച്ചത്തിൽ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നടത്തേണ്ട പ്രഖ്യാപനം. റബ്ബ് നമ്മളെ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നോമ്പെടുത്ത് നമ്മൾ നോമ്പുകളോട് അവധി പറയാൻ സമയമായിട്ടില്ല. നോമ്പുകൾ ഇനിയും തുടർന്നു വരുന്നുണ്ട്. ശവ്വാലിലെ 6 നോമ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ്. മൻ സോമ റമളാന ഫഅത്ബാഹു സിത്തൻ മിൻ ശവ്വാൽ കഅന്നഹു സോമ ദഹ്റ കുല്ല, ആരെങ്കിലും റമളാനിൽ നോമ്പെടുക്കുകയും അതിനുശേഷം ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത കൂലിയാണ്. ഒരു നോമ്പിന് 10 നോമ്പിന്റെ കൂലിയാണ്. 30 ദിവസത്തെ റമളാനും 6 ദിവസത്തെ ശവ്വാലും 36 എന്ന് പറഞ്ഞാൽ 360 എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്. ഒരു വർഷത്തെ കൂലി നമുക്ക് ലഭിക്കാനുള്ള അവസരമാണ് ശവ്വാലിലെ 6 നോമ്പ്. ഇനിയും ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വരാനുണ്ട്. നോമ്പെന്ന് പറയുന്നത് നമുക്കൊരു തിരിച്ചുപോക്കാണ്. നോമ്പെന്നുള്ളത് റബ്ബിനെ ഓർക്കാനുള്ള അവസ്ഥയാണ്. പട്ടിണിയും വിശപ്പും ഇങ്ങനെ വരുമ്പോ റബ്ബിനെ പറ്റി നമ്മൾ മനസ്സിൽ വല്ലാത്ത ചിന്തയാണ്. ആ ഒരു ഓർമ്മ നിലനിർത്തുവാൻ സുന്നത്ത് നോമ്പുകൾ നമ്മളിൽ ഉണ്ടാകണം. തറാവീഹ് നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ രാത്രി നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് വിത്ർ കൊണ്ടായിരിക്കണം. അത് 3 റക്അത്താണെങ്കിലും 5 റക്അത്താണെങ്കിലും 11 റക്അത്താണെങ്കിലും അത് നമ്മൾ രാത്രി ഉറക്കം എഴുന്നേറ്റുകൊണ്ട് സുബഹിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. സുബഹിക്ക് പള്ളിയിൽ പോകുന്നവരാണല്ലോ നമ്മൾ. ആ ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ, ഒരു 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ നമുക്ക് തഹജ്ജുദിന്റെ കൂലി കിട്ടും. അതല്ല നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കിടക്കുന്നതിന്റെ മുമ്പെങ്കിലും ഇശാ നമസ്കാരത്തിന് ശേഷം വിത്തറാക്കിക്കൊണ്ട് നിസ്കരിച്ചാൽ ഈ ഖിയാമുൽ ലൈൽ അത് തുടർച്ചയായി നിർവഹിക്കാനുള്ള അവസ്ഥയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് റമളാൻ മാസത്തിൽ ഇറങ്ങി എന്നുള്ളത് ശരിയാണ്. റമളാൻ കഴിഞ്ഞാൽ ഖുർആനിന്റെ കാര്യം നമ്മൾ അവഗണിക്കാൻ പാടില്ല. റമളാനിൽ ഖുർആനുമായി എത്രയോ തവണ നമ്മൾ ബന്ധപ്പെട്ടവരാണ്, ഒരുപാട് തവണ പാരായണം ചെയ്തവരാണ്, ഒരുപാട് ഹിഫ്ളാക്കിയവരാണ്, ഒരുപാട് അർത്ഥം പഠിച്ചവരാണ്. അത് തുടരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണത്, നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനമാണത്. ശരിയും തെറ്റും മനസ്സിലാക്കാൻ, സത്യവും അസത്യവും മനസ്സിലാക്കാൻ, നീതിയും അനീതിയും മനസ്സിലാക്കാൻ, ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയാൻ ലോക സമൂഹത്തിന് റബ്ബ് നൽകിയ പാരിതോഷികമാണ് ഖുർആൻ. ആ ഖുർആനിനെ അതിന്റെ അനുയായികളായ നമ്മൾ അവഗണിച്ചാൽ സഹോദരങ്ങളെ വേറെ ആരതിനെ പരിഗണിക്കാനുണ്ടാകും? ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറണം. ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. ഖുർആനിന് വിരുദ്ധമായ ഒരു ജീവിതവും നമുക്കുണ്ടാകരുത്. പ്രവാചക പത്നിമാരുടെ അടുക്കൽ വന്ന് സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഖുർആനായിരുന്നു. എന്താണ് പ്രവാചകന്റെ ജീവിതം എന്നാണ് ചോദിച്ചത്, എന്താണ് പ്രവാചകന്റെ സ്വഭാവം എന്നാണ് ചോദിച്ചത്. അവർക്ക് പറയാനുള്ള മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സ്വഭാവവും ഖുർആനാണ് എന്നാണ്. നമ്മളൊക്കെ ഖുർആനിന്റെ ആളുകളാണ്. നമ്മളൊക്കെ ദീനിനു വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ ഭാര്യമാരോടോ നമ്മുടെ ഉമ്മമാരോടോ നമ്മുടെ പുന്നാര മക്കളോടോ നമ്മുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചാൽ ഖുർആനിൽ പറഞ്ഞ സ്വഭാവം അച്ചട്ടാണ്, അതുപോലെ തന്നെ അപ്പടിയാണ് നമ്മൾ പാലിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. സഹോദരങ്ങളെ, ഒരുപാട് നമ്മൾ മാറാനുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് മറ്റുള്ളവരെ പറ്റി നമുക്ക് പരാതി പറയാനും പരദൂഷണം പറയാനും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം തെറ്റുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ ഇരുട്ടറകളിലും എന്തെല്ലാം തെറ്റുകൾ കടന്നുകൂടുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലെങ്കിലും റബ്ബിനറിയും. ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും പിഴുതെടുക്കുന്ന രൂപത്തിലേക്ക് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. നോമ്പിലൂടെ തഖ്വ എന്ന ഗുണം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തിന്മകളെ പറ്റിയുള്ള ജാഗ്രത നമുക്ക് വേണം. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹും ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖാ അലൈഹി. റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി അവൻ പാപങ്ങളെ കാണുന്നത് ഒരു മലയുടെ താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ ഇരിക്കുന്നത് ഒരു പർവ്വതത്തിന്റെ താഴെയാണ്. ആ പർവ്വതം ഏതു നിമിഷവും താഴേക്ക് നിലം പൊത്തും, ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അങ്ങനെയുള്ള ഒരു മലയുടെ താഴെ ഇരിക്കുന്ന ആള് എത്രത്തോളം അയാള് നിർഭയനായിരിക്കും?
പേടിച്ച് ജാഗ്രതയിൽ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മാത്രമേ ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പർവ്വതത്തിന് താഴെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂ. അതുപോലെയാണ് തിന്മകളെ കാണേണ്ടത്. എന്നാൽ വിശ്വാസമില്ലാത്ത ആളുകൾ തിന്മ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോട് നിസ്സാര മനോഭാവമാണ്. ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. ഒരു സത്യവിശ്വാസിയില്ലാത്ത ദുർമാർഗിയായ ആള് അയാൾ തിന്മയെ കാണുന്നത് ഒരു ഈച്ച തന്റെ മൂക്കിന്റെ അടുത്തുകൂടി പറന്നു പോകുന്ന പോലെയാണ്. അങ്ങനെ എത്ര ഈച്ച വരാൻ കിടക്കുന്നത് എന്നുള്ള നിലക്കാണ് വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് തിന്മകളെ കാണുക. അതൊക്കെ ഒരു ചെറിയ തെറ്റല്ലേ, അതൊക്കെ ഹറാമെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല ജീവിക്കാൻ പറ്റും. അപ്പൊ ആ മൊയിലേർ അങ്ങനെ ചെയ്യുന്നില്ലേ, ഈ ആചാര്യർ ഇങ്ങനെ ചെയ്യുന്നില്ലേ, മറ്റാൾ വലിയ കമ്മിറ്റി അല്ലേ, അയാളെ ജീവിതത്തിൽ എന്താ സംഭവിക്കണേ? ഈ തെറ്റ് ചെയ്യാത്ത ഏത് ബിസിനസ്സുകാരനാ ലോകത്തുള്ളത്? ഡോക്ടർമാരായ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരൂലേ? നമ്മൾ ഉദ്യോഗസ്ഥന്മാരായാലേ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ പേരിൽ ബാക്കിയുള്ളവർ വാങ്ങൂലേ എന്ന് പറഞ്ഞ് തിന്മകളെ ന്യായീകരിച്ച് ഹറാമുകളെ ന്യായീകരിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് റമളാനിനു ശേഷവും നമുക്കുള്ളതെങ്കിൽ സഹോദരങ്ങളെ, റമളാൻ നമ്മളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവർക്കാണ് അള്ളാഹുവിന്റെ ശാപം, അവർക്കാണ് മലക്കുകളുടെ ശാപം, അവർക്കാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാപം. റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും പാപങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയാതെ ഒരാൾ മരിച്ചു പോയാൽ അവനെ അള്ളാഹു അകറ്റി നിർത്തട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയുന്നതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് ആമീൻ ചൊല്ലിയത്. റസൂൽ പ്രാർത്ഥിച്ചാൽ, റസൂൽ ആമീൻ ചൊല്ലിയാൽ അള്ളാഹു തആല സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് റമളാനിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തെ മുഴുവനും പടച്ചതമ്പുരാന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ തിന്മകൾ വന്നു പോയിട്ടുണ്ടോ അതൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി മാപ്പിരന്ന് മുന്നോട്ട് പോകുന്ന നമ്മൾ ഇനി ജീവിതത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ മുന്നോട്ട് പോകണം. റമളാൻ എന്ന് പറയുന്നത് ശഹ്റു സ്വബ്റാണ്, ക്ഷമയുടെ മാസമാണ്. ഈ ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ക്ഷമയുള്ളവർക്കാണ് റബ്ബിന്റെ പ്രതിഫലമുള്ളത്, ക്ഷമയുള്ളവർക്കാണ് ജീവിതത്തിൽ സന്തോഷ വാർത്തയുള്ളത്. ഈ ദുനിയാവിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പട്ടിണിയും അപമാനവും പരിഹാസവും പരദൂഷണവും ഒക്കെ സഹിക്കേണ്ടി വരും ഒരു മനുഷ്യൻ. പക്ഷേ അത്തരം മുസീബത്തുകൾ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ അവിടെ ക്ഷമിക്കാൻ സാധിക്കണം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു എന്താണോ കണക്കാക്കിയത് അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഹറാമിലേക്ക് പോകുന്ന, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മോഷണം നടത്തുന്ന, ജീവിതത്തിൽ എന്തെങ്കിലും നിരാശ സംഭവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോ ജീവിതം ഹോമിക്കുന്ന, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ക്ഷമയാണ് ക്ഷമ. ക്ഷമ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ആ ക്ഷമ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട് മനോഹരമാകും. ആ ക്ഷമ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലുണ്ടെങ്കിൽ കച്ചവടം മര്യാദക്ക് നടക്കും. ആ ക്ഷമ നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജീവിക്കാൻ സ്വസ്ഥതയുണ്ടാകും. ആ ക്ഷമ നാം പ്രവർത്തിക്കുന്ന സംഘടനയിലും നാം പ്രവർത്തിക്കുന്ന പാർട്ടിയിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കാൻ കഴിയും. ക്ഷമ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റേണ്ടി വരുന്നത്, മാതാപിതാക്കളും മക്കളും കലഹിക്കേണ്ടി വരുന്നത്, ജ്യേഷ്ഠാനുജന്മാർ പല കാരണങ്ങളാൽ അകലേണ്ടി വരുന്നത്, ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഭാര്യമാർ തമ്മിൽ മിണ്ടാതെയാകുന്നത്, പരസ്പരം ദീനീ രംഗത്ത് ഒരേ ആദർശത്തിൽ ഒരേ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പള്ളിയിൽ വെച്ച് കണ്ടാൽ പോലും സലാം പറയാത്ത വിധം അകന്ന് കഴിയേണ്ടി വരുന്നത് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യഫ്തഹു അബ്വാബസ് സമാഇ കുല്ല യൗമ ഖമീസിൻ വ യൗമൽ ഇസ്നൈൻ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു തആല ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് വയഗ്ഫിറു ലിഇബാദിഹി അല്ലദീന ലാ യുശ്രികൂന ബിഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത അവന്റെ അടിമകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്യാത്ത അവന്റെ ദാസന്മാർക്ക് അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കും. ഇല്ലാ ലിറജുലൈൻ, രണ്ടാളുകൾക്കൊഴികെ. ആരാണ് രണ്ടാളുകൾ? കാന ബൈനഹു വ ബൈന അഖീഹി ശഹന, അയാളും അയാളുടെ സഹോദരനും തമ്മിൽ ശത്രുതയായിരുന്നു. എന്തിനാ ശത്രുത? ദീനീ വിരുദ്ധമായ കാര്യത്തിന്റെ പേരിലാണ് ശത്രുത.
ശിർക്ക് ചെയ്തതിന്റെ പേരിലാണ് ശത്രുത, അമുസ്ലിമായി പോയതിന്റെ പേരിലാണ് ശത്രുത, വേറെ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് ശത്രുത എങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാമായിരുന്നു. ഒരേ രംഗത്ത് ഒരേ രൂപത്തിൽ വളരെ സ്നേഹത്തിൽ ജീവിക്കേണ്ട ആളുകൾ, വളരെ ഐക്യത്തിൽ ജീവിക്കേണ്ട ആളുകൾ, വളരെ മാനസികമായ ഒരുമയിൽ മുന്നോട്ട് പോകേണ്ടവർ എന്തെങ്കിലും കാരണങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്ന അസത്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അത് കുടുംബത്തിൽ സംഭവിച്ചാൽ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടും. അത് ഒരു സ്ഥാപനത്തിൽ സംഭവിച്ചാൽ ആ സ്ഥാപനത്തിന്റെ ഒരുമയില്ലാതെയാകും. അത് ദീനീ പ്രവർത്തകർക്കിടയിൽ സംഭവിച്ചാൽ അവർക്കിടയിൽ അനൈക്യമുണ്ടാകുന്നു മാത്രമല്ല, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ദാവത്തിന്റെ ചലനങ്ങൾ നഷ്ടപ്പെടും. പരസ്പരം പഴിചാരിയും കുറ്റം പറഞ്ഞും പരിഹസിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ക്ലിപ്പുകളിട്ടും കുറ്റം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി സമയം കളയുന്നതിനിടയിൽ നമ്മളിൽ നിന്ന് ദീന് കിട്ടേണ്ട, ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടേണ്ട അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇതാ ഇസ്ലാമിന് വേണ്ടി ദാഹിക്കുന്നു, ഞങ്ങൾക്ക് പടച്ചവനെ പരിചയപ്പെടുത്തിത്ത, ഞങ്ങൾക്ക് ഖുർആനിനെ പരിചയപ്പെടുത്തിത്ത, ഞങ്ങൾക്ക് തൗഹീദ് ഒന്ന് മനസ്സിലാക്കിത്ത, ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ മറന്ന് ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തെ മറന്ന് നമ്മൾ റബ്ബിനെ മറന്ന് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷയും പരീക്ഷണങ്ങളും ഇനിയും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഗസയിൽ പ്രയാസപ്പെടുന്ന, ഫലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്ന പാവങ്ങളെപ്പറ്റി നമ്മൾ കണ്ണീരൊലിപ്പിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അവരുടെ ദീനരോധനങ്ങൾ പലപ്പോഴും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ കരിവാളിച്ച മുഖങ്ങളും ചോര വാർന്ന് നിശ്ചലമായ ശരീരങ്ങളും അപ്പടി പകർത്തിയെടുത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. സഹോദരങ്ങളെ, ഗസയിലെ നമ്മുടെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് ഗസയിൽ നമ്മുടെ ശത്രുക്കളായ യഹൂദികളോടുള്ള നമ്മുടെ സമീപനത്തിലാണ്. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളുമായി ഒരിക്കലും താദാത്മ്യം പ്രാപിക്കരുതെന്നും അവരോട് വിരുദ്ധ പ്രവർത്തനം നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, യഹൂദികൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരോട് സാദൃശ്യം പുലർത്താനും താദാത്മ്യം പ്രാപിക്കാനും ശ്രമിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത്. ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ 3 രൂപത്തിലുള്ള അജണ്ടകളാണ് ജൂതന്മാർ, ജൂത ലോബി ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തി അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, മുസ്ലിം സമൂഹത്തിൽ വളർന്നു വരുന്ന ആളുകൾക്കിടയിൽ അവർക്ക് ഭൗതിക ജീവിതത്തോടുള്ള താല്പര്യമുണ്ടാക്കി അവരെ ദീനിൽ നിന്ന് മാറ്റി മുസ്ലിം പേരുള്ള ദീനീ ബോധമില്ലാത്ത ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അജണ്ട, മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തകർക്കിടയിൽ പരസ്പരം അനൈക്യവും ചിത്രതയും ഭിന്നിപ്പും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ 3 അജണ്ടകളാണ് ലോകത്ത് സയനിസ്റ്റ് ലോബി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ ഇരകളായി നമ്മൾ മാറരുത്. ഗസയിലെ പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഗസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, ഗസയിലെ കണ്ണീരൊലിപ്പിക്കുന്ന കുരുന്നുകൾക്ക് വേണ്ടി നമ്മൾ കരയുമ്പോൾ നാളെ നമ്മുടെ മക്കളും അത്തരമൊരവസ്ഥയിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യത്തെ നമ്മൾ ഭയക്കണം. എവിടെയാണ് മുസ്ലിമീങ്ങൾക്ക് പീഡനം ഉണ്ടാവുക, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടാവുക, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് അക്രമം ഉണ്ടാവുക, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക? വളരെ ഗൗരവമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത്, നിങ്ങൾ വിഷമിക്കരുത്. വഅൻതുമുൽ അഅ്ലൗൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. ഈമാൻ നമ്മൾ കൈവിട്ട് കളിച്ചാൽ, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചാൽ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാതയിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, ഇന്ത്യയും ഒരു ഫിലസ്തീൻ ആകുന്നതിന്, കേരളവും ഒരു ഗസയാകുന്നതിന് അധികമൊന്നും കാലം കാത്തു നിൽക്കേണ്ടതില്ല. നമ്മുടെ ഭരണയന്ത്രങ്ങളും ഭരണകർത്താക്കളും ഒക്കെ ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ റമദാനിൽ പോലും നോമ്പെടുക്കുന്നവന്റെ നോമ്പെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തി അവന്റെ വായിലേക്ക് ചപ്പാത്തി തിരുകാൻ ധാർഷ്ട്യം കാണിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഉള്ള കാലത്ത് നമ്മൾ വളരെ ഗൗരവത്തോടെ പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥനയിൽ, തൗഹീദിന്റെ പാതയിൽ, ഖുർആനിന്റെ പാതയിൽ, ഇസ്ലാമിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായ ജാടകളുടെ, ആർഭാടങ്ങളുടെ, അമിത ചെലവുകളുടെ, റബ്ബിനെ മതിമറക്കുന്ന ആഭാസങ്ങളുടെയും അതിർലംഘിക്കുന്ന ആഘോഷങ്ങളുടെയും അവസ്ഥയല്ല. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമാണ്.
ആരാധനാകർമ്മമാണ്. പെരുന്നാൾ എന്ന് പറയുന്ന ആഘോഷം അത് ആരാധനയാണ്. അത് ആരംഭിക്കുന്നത് നിസ്കാരം കൊണ്ടാണ്. നിസ്കാരം കൊണ്ട് ആരംഭിക്കുന്ന ഒരു ദിവസം ഒരു ഹറാമിലേക്ക് ചെന്നു ചാടുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഒരു മാസം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. റിലീസായിട്ട് ഇപ്പൊ കുറെ കാലായി. എല്ലാ ദിവസവും അവ്വൽ സഫു പോയി കാണുന്ന ആളാണ്. റമദാൻ ആയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. റമദാൻ റിലീസ്, ഈദുൽ ഫിത്തറിന് റിലീസാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. റമദാനിന്റെ മുഴുവൻ നന്മയും വെള്ളത്തിലാക്കി കളയാൻ പറ്റുന്ന വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ മദ്യപാനം എന്ന് പറയുന്ന ശീലം ഉദ്ഘാടനം ചെയ്യാൻ കോപ്പുകൂട്ടുന്ന കൂട്ടുകാരോടൊത്തുള്ള ടൂറുകളുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റമദാനിന്റെ നന്മകൾ, ഈ പെരുന്നാളിന്റെ നന്മ, പെരുന്നാളിന്റെ വിശുദ്ധി മറ്റുള്ള അനാവശ്യങ്ങൾക്കും അനിസ്ലാമികതകളിലും നമ്മൾ ഒരിക്കലും ചോർത്തിക്കളയരുത്. പെരുന്നാൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പെരുന്നാളാണ്. സ്നേഹത്തിന്റെ ഒരു വലിയ ദിവസമാണ്. ആ സ്നേഹം നമ്മളിൽ നിന്ന് ആരംഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അത് പ്രസരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അത് ലഭിക്കട്ടെ. നമ്മുടെ മക്കൾ അത് അനുഭവിക്കട്ടെ. നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും അത് അനുഭവിച്ചുല്ലസിക്കട്ടെ. നമ്മുടെ അയൽവാസികൾക്ക് ആ സ്നേഹം വാരിച്ചോരി കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു സ്നേഹത്തിന്റെ, പരസ്പരമുള്ള കരുണയുടെ, സഹവർത്തിത്വത്തിന്റെ, സഹവാസത്തിന്റെ നല്ല ദിവസമാക്കി പെരുന്നാളിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർക്ക് വാർദ്ധക്യമെത്തിയാൽ അവർ വേസ്റ്റായി മാറുന്നൊരവസ്ഥയുണ്ടാകരുത്. പണം വാങ്ങാനുള്ള ഒരു ATM മെഷീന്റെ സ്ഥാനത്തേക്ക് നമ്മുടെ വാപ്പ ഒരിക്കലും അതപ്പതിച്ചു പോകരുത്. അവർക്ക് കൈകാലുകൾ ശോഷിച്ചു പോകുന്നു, അവരുടെ മുടിരോമങ്ങൾ നരച്ചു പോകുന്നു, അവർക്ക് പഴയ ഒരു ശക്തി അവർക്ക് ക്ഷയിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും അവമതിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അവർ എന്തൊക്കെ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും തിരിച്ചൊരിക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, അവരെ അവഗണിക്കുന്ന, അവരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ തട്ടിക്കളിക്കുന്ന, ആർക്കും വേണ്ടാത്ത പാഴ്വസ്തുക്കളായി നമ്മുടെ സ്നേഹനിധികളായ ഉമ്മയും ബാപ്പയും മാറുകയാണ്. ഞാൻ മാത്രമല്ലല്ലോ മകനുള്ളത്, ഞാൻ മാത്രമല്ലല്ലോ മോളുള്ളത്, എല്ലായിടത്തും കുറച്ചൊക്കെ പോയി നിൽക്കട്ടെ, ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ മതിയോ എന്നുള്ളൊരു വർത്താനത്തിൽ വരുന്നത് എനിക്കെന്റെ ഉമ്മയെ മടുത്തു എന്നാണ്. എനിക്കെന്റെ ഉപ്പ ഭാരമാകുന്നു എന്നാണ്. എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ, എന്റെ മക്കളുടെ കൂടെ സുഖകരമായി സുഭിക്ഷമായി ജീവിക്കുന്നതിന് രോഗിയായ എന്റെ മാതാവ്, എന്റെ പിതാവ് എനിക്ക് തടസ്സമാകുന്നുവെന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനീ രംഗത്ത് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തിക്ക് വിരുദ്ധമാകുന്ന ഒരു പ്രവർത്തനവും, ഒരു വർത്തമാനവും, ഒരു സംസാരവും, ഒരു സഹവാസവും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ അവർ നമ്മുടെ നിധികളാണ്. അവർ നാളെ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകേണ്ടവരല്ല. അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളായി ജീവിതവും ഭാവിയും തുലച്ചു കളയേണ്ടവരല്ല. അവർ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ മക്കളെ ചെറുപ്പത്തിലെ ദീനിന്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അവരെ മതപാഠശാലകൾക്ക് പറഞ്ഞയക്കണം. അവരുടെ ജീവിതത്തിൽ നന്മ കൊടുക്കണം. നമ്മുടെ ഒരുപാട് സമയമില്ലാത്ത തിരക്കുള്ള ആളുകളാണ്, തിരക്ക് അഭിനയിക്കുന്നവരുമാണ് നമ്മൾ. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര സമയമില്ലെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ സമയം കണ്ടെത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തണം. മഹാനായ ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖുർആനിൽ. മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളുണ്ടല്ലോ. ഇന്ന് നമ്മളെ മക്കളെ ഉപദേശിക്കുന്നത് നാട്ടിലെ ക്രിമിനലുകളും തെമ്മാടികളും തോന്നിവാസികളുമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ ഉപദേശിക്കുന്നത് ടെലിവിഷൻ സ്ക്രീനിൽ മിന്നിമറയുന്ന പക്വതയില്ലാത്ത താരങ്ങളാണ്. ഇന്ന് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നത് ഓൺലൈനിൽ അവരുടെ സുഹൃത്തുക്കളായി വരുന്ന അനിസ്ലാമികതയുടെ വക്താക്കളാണ്. നമ്മുടെ മക്കൾക്ക് സ്നേഹനിർഭരമായ മതസംബന്ധമായ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയേണ്ട, ഒരേ റൂമിൽ ഒരുമിച്ച് കിടന്ന് പരസ്പരം പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം ഒരു കാരണവശാലും ഇസ്ലാമിക കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. പരസ്പരം ഭൗതികമായ കാരണങ്ങൾക്ക് വേണ്ടിയോ, ആഭരണങ്ങൾക്ക് വേണ്ടിയോ, സൗന്ദര്യത്തിന് വേണ്ടിയോ, ഭൗതികമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. സ്നേഹമെന്ന് പറയുന്നത് റബ്ബിന് വേണ്ടിയാണെങ്കിൽ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് നമ്മളുടെ സഹായവും സേവനവും നൽകാൻ കഴിയണം. പടച്ചതമ്പുരാൻ പരാതി പറയുന്ന ഒരു കാര്യം നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. അല്ലാഹു തആല പറയും, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല.
എനിക്ക് വസ്ത്രം ധരിക്കാനില്ലായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അള്ളാന്റെ പരാതിയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു, നീ എങ്ങനെയാണ് നിനക്ക് രോഗമുണ്ടാവുക? എന്റെ അടിമയായ ഒരു മനുഷ്യൻ നിന്റെ അയൽപ്പക്കത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ പരിചയവൃത്തത്തിൽ രോഗിയായി കിടന്നു, നീ അവനെ തിരിഞ്ഞു നോക്കിയില്ല. അവനെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. എന്റെ അടിമയായ ഒരു മനുഷ്യൻ പട്ടിണി കിടന്നപ്പോ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. നീ നിന്റെ കുടുംബത്തെയും കൂട്ടി റെസ്റ്റോറന്റുകളിൽ നിന്ന് റെസ്റ്റോറന്റുകളിലേക്ക് യാത്ര നടത്തി. ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി വലിച്ചെറിഞ്ഞു. പക്ഷേ നിന്റെ അയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നവന്റെ വായിലേക്ക് ഒരു അപ്പം തിരികെ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. അവന് നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, വെള്ളം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. വസ്ത്രം ധരിക്കാനില്ലാതെ പെരുന്നാളിന് പോലും പുതുവസ്ത്രം ധരിക്കാൻ കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ അവർക്ക് പെരുന്നാളിന്റെ പുടവ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, സ്നേഹം, സേവനം, പരസ്പരമുള്ള സഹകരണം, ദീനീ മാർഗത്തിലുള്ള സാമ്പത്തികമായ ചെലവഴിക്കൽ എല്ലാം ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാളിന്റെ പൊലിമ അത് നിലനിർത്തുവാനും പെരുന്നാളിന്റെ സന്തോഷം അനുഭവിക്കാനും കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്ത നോമ്പ്, ആ നോമ്പിന്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി, അതിന്റെ എല്ലാ അർഹമായ യോഗ്യതകളോടും കൂടി റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും സാമ്പത്തികമായ ചെലവഴിക്കലും റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി പ്രയാസം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടബാധ്യതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗസയിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും വേദനിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു തആല സ്ഥൈര്യവും നിർഭയത്വവും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനീ മാർഗത്തിൽ സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.